കഷ്ടത തന്നടുവിലെനിക്കായി പ്രിയൻ ഒരുക്കുന്നു പ്രതിഫലം ദിനവും. തളർന്നു ഞാനിരിക്കുന്ന നേരം കാന്തൻ തിരുഭുജത്താൽ എന്നെ താങ്ങും. തളർന്നു ഞാനിരിക്കുന്ന നേരം കാന്തൻ തിരുഭുജത്താൽ എന്നെ താങ്ങും. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാനോടും. താഴാതവൻ കരം താങ്ങും. ചേരുകിലവൻ പാതേ ചേരും. താഴാതവൻ കരം താങ്ങും. ചേരുകിലവൻ പാതേ ചേരും. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 49 അതിൻ്റെ 16 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയും ഇല്ല. അവൻ ജീവനോടിരിക്കുമ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നു ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ തിരുവചന ഭാഗങ്ങൾ നമുക്ക് നോക്കിയാൽ, ഒരുത്തൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോവുകയില്ല. മരിക്കാനുള്ളൊരു മാത്രമേ ജനിച്ചിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മരണമില്ലാത്തവൻ ഒരുവൻ മാത്രം, മരണത്തെ ജയിച്ചവൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്, നാമം ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്കും ഈ വചനഭാഗങ്ങളെ നോക്കുമ്പോൾ, മരണം അത് ദൈവമക്കളെ നമുക്കെല്ലാവർക്കും വിധിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ മരണമുണ്ട്. അമ്മേ സ്തോത്രം. അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഈ ലോകത്ത് നേടിയതൊന്നും നമ്മൾ ആരും കൊണ്ടുപോകുന്നുമില്ല. എന്നാൽ എത്ര കാലം കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റും അത്രയും കാലം ക്ഷമയോടെ സ്നേഹത്തോടെ സഹിച്ചും ക്ഷമിച്ചും മുമ്പോട്ട് പോകാൻ ദൈവം ഇടയാക്കട്ടെ. എൻ്റെ അവസാന വാക്യം പറയുന്നത്, അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നു ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അത്രയേ ഉള്ളൂ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ തൻ്റെ വിവേകം നഷ്ടപ്പെട്ടു പോയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. നമ്മുടെ കഴിഞ്ഞ കാല അനുഭവങ്ങളെ കൂടെ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ ഇത്രത്തോളം വരുവാനിടയായത് ദൈവത്തിൻ്റെ സഹായം ഒന്നു മാത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടതിന് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനുള്ളൊരു മനസ്സ് നമുക്കെല്ലാവർക്കും ദൈവം ധാരാളമായി തന്നിട്ടുണ്ടല്ലോ. ദൈവമക്കളെ, സഹിക്കേണ്ടടുത്ത് സഹിച്ചും ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിച്ചും പോയാൽ പഴിക്കുന്നവരുടെയും ദുഷിക്കുന്നവരുടെയും നിന്ദിക്കുന്നവരുടെയും നടുവിലാണ് ജീവിക്കുന്നതെങ്കിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ദൈവം സഹായിക്കും. ദൈവമക്കളെ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നിന്ന് വഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് സഹിച്ചത്ര നിന്നൊന്നും നമ്മൾ സഹിച്ചിട്ടില്ലല്ലോ. ഈ കഷ്ടനഷ്ടങ്ങളെ എല്ലാം, ഈ ലോകത്തിൽ എല്ലാം എൻ്റെ കർത്താവ് അല്പം മണിക്കൂറുകൾ ആ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് അനുഭവിച്ച് നോക്കുകയാൽ ഈ ജന്മം മുഴുവനും ദൈവമക്കളെ വാഴ്ത്തി പറഞ്ഞു തീർക്കാൻ പറ്റാത്തവണ്ണം അത്രമാത്രം നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച്, നമുക്ക് വേണ്ടി നിന്ന വഹിച്ച്, നമുക്ക് വേണ്ടി മരിച്ചിട്ട്, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആ മഹത്വം ഒന്നും വർണ്ണിച്ചു തീർക്കാൻ നമുക്ക് ഈ ആയുസ് പോരാ പ്രിയപ്പെട്ടവരെ. അതെ, അത്ര മഹത്തായ വലിയ പ്രവൃത്തികളല്ലേ ക്രിസ്തുവേശു നമുക്ക് വേണ്ടി ചെയ്തു വെച്ചത്. ഹല്ലേലൂയ. അന്യോന്യം സ്നേഹിക്കുവാൻ സഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ. സ്നേഹം സകലവും പൊറുക്കുന്നു വചനം നമ്മളെ കേൾപ്പിക്കുമ്പോഴും നമുക്കൊക്കെ പൊറുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവത്തോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള കാലം സഹിച്ചും ക്ഷമിച്ചും മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. അതൊക്കെ തന്നെയാണ് ദൈവമക്കളെ നമുക്ക് ദൈവം തന്ന കൃപയും കൃപാവരങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി കൊണ്ടുപോകണമെങ്കിൽ സഹിച്ചേ പറ്റൂ, ക്ഷമിച്ചേ പറ്റൂ.
ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സഹിക്കുന്നവൻ കൂടെ വാഴും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് തന്ന കൃപകളെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവസാനത്തോടെ സഹിക്കണം. സഹിക്കാൻ നമുക്ക് മാതൃകയാക്കി എൻ്റെ കർത്താവിൻ്റെ ആ ജീവിതത്തെ നമുക്കൊന്ന് ഓർത്താൽ സ്തോത്രം. അതിനേക്കാൾ അപ്പുറത്തൊന്നും ഇല്ല ദൈവമക്കളെ. നമ്മൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാ. കഷ്ടപ്പാടുണ്ട്, വേദനയുണ്ട്, ഞെരുക്കമുണ്ട്, കഷ്ടതയുണ്ട്, നിന്ദയുണ്ട്. എങ്കിലും ദൈവമക്കളെ, ഇതെല്ലാം നമ്മൾ സഹിക്കുമ്പോഴും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കാൻ ആർക്കും പറ്റും? സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ഞെരുക്കവും, കഷ്ടപ്പാടുകളും, നിന്ദയും, പ്രതികൂല സാഹചര്യങ്ങളും, ഉപദ്രവങ്ങളും എല്ലാം നമ്മൾ ഏൽക്കുമ്പോഴും ഓരോ ദിവസവും ദൈവത്തോട് ഏറ്റവും അടുത്ത് വരിക. ആ പാട്ടുകാരൻ പറഞ്ഞതുപോലെ, ഇന്നലെക്കാളും ഇന്ന് ഞാൻ എൻ്റെ പ്രിയ നാട് കൊണ്ട് ഏറ്റവും അടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ കാണുവാനിടയായി. ഏറെ കർത്താവെ കണ്ണുനീർ താഴ്വരി കൂടി നടക്കേണ്ട വന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ എൻ്റെ ദൈവത്തോട് ഏറ്റവും അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് അവസരമാക്കി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ആരും തുറക്കാത്ത വാതിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തുറന്നിരിക്കുക. സ്തോത്രം. ആരും പോകാത്ത വഴിയിലൂടെ ഞങ്ങളെ വഴി നടത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് പറഞ്ഞ കർത്താവേ, അതേ ഞങ്ങൾ അനുഭവിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഏറെ കഷ്ടപ്പാടുകളും നിന്നയും കർത്താവെ പരിഹാസങ്ങളും പോരാട്ടങ്ങളും ഉപദ്രവങ്ങളും ഏറ്റാണെങ്കിലും ഇതിൻ്റെയൊക്കെ നടുവിലൂടെ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സകല മഹത്വം പുകഴ്ചയും ദൈവം അങ്ങ് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ലാതെ, സാക്ഷ്യത്തിനൊരു കുറവില്ലാതെ കർത്താവെ, ഞെരുക്കങ്ങളുടെ ഒക്കെ നടുവിൽ, ഏറ്റവും അധികം കഷ്ടപ്പാടുകളുടെ നടുവിലും എൻ്റെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, നിന്റെ മക്കൾ അധികമായ കൃപയും കൃപാവരങ്ങളും പ്രാപിച്ചുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ശ്രേഷ്ഠമേറിയ സാക്ഷികളായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കർത്താവേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ വഴി നടത്തുന്ന കൃപയ്ക്കാ നന്ദിയോടെ സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കണമേ. ഈ കഷ്ടതകളും ഈ കണ്ണുനീരും കർത്താവെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുകയായിരുന്നപ്പാ. ദൈവസ്നേഹം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു കർത്താവെ. അനുഭവിച്ച് നിന്ന ഞങ്ങൾ കർത്താവിനെ ഏറ്റവും അടുത്തറിയുവാൻ ഇടയായിരുന്നു കർത്താവെ. അനുഭവിച്ച പോരാട്ടങ്ങൾ കർത്താവിൻ്റെ മഹത്വം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയായിരുന്നു കർത്താവെ. ഓരോ ദിവസവും ദൈവത്തോട് അടുപ്പിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഒരിക്കലും മാറാത്തവനായി കഷ്ടങ്ങളുടെ നടുവിൽ അതേ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കൂടെ നടക്കുന്ന ദൈവം സ്തോത്രം. കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള സാക്ഷിയായി തീരുവാൻ അടിയങ്ങളെ ഒരിക്കൽ നന്ദിക്കാൻ നന്ദിയോടെ സ്തോത്രം കർത്താവെ. വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവിലും ആത്മാവിൽ തികവുള്ള സാക്ഷികളായി തീരുവാൻ എൻ്റെ മക്കളെ ഒരുക്കണമേ. യേശുവിൻ്റെ വിലയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.